ഇത് കൊക്കോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നോൺ അയോണിക് സർഫക്റ്റൻ്റ് ആണ്. കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. ഇത് കുറച്ച് ഇതുപോലെ തിക്കായിട്ട് ഇരിക്കും. ഇത് നമുക്ക് പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതായിട്ട് എന്താ പറയുക, നമ്മുടെ ഷാമ്പു ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കൂട്ടിയും കുറച്ചും കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ ഓയിലി സ്കിന്നാണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് വളരെ കുറവ് പെർസെൻറ്റേജ്, ഒരു 25% ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മെയിൻ സർഫക്റ്റൻ്റ് ആയിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് ഷാമ്പു ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രം ഉപയോഗിക്കുമ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിക്നെസ് കുറവായിരിക്കും, ഇത് കുറവായിരിക്കും, ബബിൾസ്, അതായത് ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CAPB എന്ന് പറയുന്ന എന്ന് പറയുന്ന സാധനം. ഇതും ഒരു കണ്ടീഷനിങ് എഫക്റ്റ്, ഇതിനെ പറയുന്നത് കോ സർഫക്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇത് മെയിൻ സർഫക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും, ഇത് കോ സർഫക്റ്റൻ്റ് ആയിട്ട്. ഇത് മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ ഓയിലോ അങ്ങനെ അത്ര ഇതായിട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫോമിങ് എഫക്റ്റും കണ്ടീഷനിങ് എഫക്റ്റും കൂടി കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു ഒന്നും കൂടി ലിക്വിഡാണ്, ഇത് അത്ര തിക്നെസ് ഇല്ല. ഇനി ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഷാമ്പു പരുവത്തിൽ ഒന്നും കൂടി തിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗമ്മ് യൂസ് ചെയ്യണം. ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ എല്ലാ ഗമ്മും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സന്തൻ ഗം നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ചില ഗമ്മുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ മിക്സ് ആവില്ല. കാരണം അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ ആ ഒരു കാര സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അത് മിക്സായി പോവാത്തത്.